ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോഹതീരങ്ങൾ എന്ന പ്രണയ നോവലാണ്. അതിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഥ എല്ലാവരും മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും ഒക്കെ തന്ന് കൂടെ തന്നെ ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ്, ആ കമൻ്റാണ് നമ്മുടെ കഥ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. മോഹതീരങ്ങൾ പ്രണയ നോവൽ, അധ്യായം 6. സർ, ഗ്രീഷ്മയെ അറിയുമായിരുന്നോ? വിശാഖ് ചോദിച്ചു. ഏത്, ഇപ്പോൾ ഇവിടെ കണ്ട നേഴ്സിനെയാണോ? അതെ, അറിയും. ഇന്നലെയാണ് പരിചയപ്പെട്ടത്. എന്താ, നിങ്ങൾ പരിചയക്കാരായിരുന്നോ? ചന്ദ്രാനന്ദ് ചോദിച്ചു. പരിചയമുണ്ട്, അവനും പറഞ്ഞു. ശരി, ഓക്കെ, പിന്നെ കാണാം. SP കാറിൽ കയറിപ്പോയി. വിശാഖും അധികം നിന്നില്ല. അമ്മച്ചിയുടെ ബന്ധുക്കളെത്തിയ ഉടനെ അവനും തിരിച്ചു പോന്നു. അധ്യായം 11. പത്രത്തിൻ്റെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ചതുപോലെ അതിഗംഭീരമായിരുന്നു. നാടിൻ്റെ വികസനോത്മക പ്രവർത്തനത്തിന് കരുത്തു പകരുവാൻ നാട്ടുവർത്തമാനം എന്ന കൊച്ചു പത്രത്തിന് കഴിയട്ടെ എന്ന് തദവസരത്തിൽ മുഖ്യമന്ത്രി ആശംസിച്ചു. പത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ 2ാം ദിനമായിരുന്നു നീതുവും വിശാഖും ആലപ്പുഴയിൽ നെടുമുടിയിൽ എത്തിയത്. ഒരു ഫീച്ചർ, അതായിരുന്നു ലക്ഷ്യം. വഞ്ചി വീടുകളെക്കുറിച്ചുള്ള സചിത്ര ലേഖനം. ഫോട്ടോഗ്രാഫർ സദയ അവധിയിലായിരുന്നതുകൊണ്ടാണ് നീതു കൂടെ കൂടിയത്. അവൾക്കും സന്തോഷമായിരുന്നു ആ ജേണി. രാവിലെ 9:30 വന്നതാണ് അവർ. ഇതിനിടയിൽ വഞ്ചി വീടുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തൊഴിലാളികളെയും ഉടമകളെയും റിസോർട്ട് നടത്തിപ്പുകാരെയും ഒക്കെ ബന്ധപ്പെട്ട് അവർ ഇൻ്റർവ്യൂ നടത്തുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. അവരുടെ പരാതികളും പരിദേവനങ്ങളും കേട്ടറിഞ്ഞ് 3 മണിയോടെയാണ് അവർ മടക്കത്തിന് തയ്യാറെടുത്തത്. നീതുവിൻ്റെ കാറിലായിരുന്നു അവരുടെ യാത്ര. അവളാണ് ഓടിക്കുന്നത്. കാറ് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് ഓടിച്ചു. വിശാഖ് വശങ്ങളിലേക്ക് വെറുതെ നോക്കിയിരുന്നു. വിശാലമായ നെൽപ്പാടങ്ങൾ, വിളവെത്തിയ നെൽക്കതിരുകളാൽ കുമ്പിട്ടു നിൽക്കുന്ന കാഴ്ചകൾ അവൻ കണ്ടു. വഴിയോരങ്ങളിൽ താറാവ് മുട്ടകൾ വിൽക്കുന്ന ചെറിയ ചെറിയ പെട്ടിക്കടകളും. നെൽകൃഷിയോടൊപ്പം താറാവ് കൃഷിക്കും അനുയോജ്യമായ നാട്, എത്ര മനോഹരം! പുറത്തുനിന്നും വീശിയടിക്കുന്ന കാറ്റിൽ മനസ്സു തണുത്തുള്ള യാത്ര. അവൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. നീതു ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഡ്രൈവിങ്ങിനിടയിലും എന്തൊക്കെയോ ഓർത്ത് അവളും ആനന്ദിക്കുന്നുണ്ട്. വിശാഖ്, അവൾ അവൻ്റെ ശ്രദ്ധയെ അടർത്തി മാറ്റിക്കൊണ്ട് വിളിച്ചു. പറഞ്ഞു നീതു, അവൻ പറഞ്ഞു. തനിക്ക് ഈ യാത്ര ഔദ്യോഗികമായി മാത്രമേ തോന്നുള്ളൂ? അതെ, എന്നാൽ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്, അവൾ പറഞ്ഞു. അതറിയില്ല, പറഞ്ഞാൽ കേൾക്കാം. ഒരു ഉല്ലാസയാത്ര പോലെ, അവൾ സന്തോഷം നിറഞ്ഞ് പറഞ്ഞു. അത് നിൻ്റെ മനസ്സ്, എനിക്ക് അങ്ങനെയല്ല അനുഭവപ്പെട്ടത്. ഒരാൾ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു ജോലി ഏൽപ്പിച്ചു, അത് കൃത്യമായി ചെയ്യണം. അതിന് പാകപ്പെട്ട മനസ്സേ എനിക്കിപ്പോഴുള്ളൂ. അവളൊന്നും പറഞ്ഞില്ല. ഡ്രൈവിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. വിശാഖ്, അവൻ അവളെ നോക്കി. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് പ്രണയം തോന്നിയിരുന്നോ? ഇല്ല. ഇഷ്ടം തോന്നിയിരുന്നോ? കല്യാണം കഴിക്കണമെന്ന് തോന്നിയിരുന്നോ? ഇല്ല. അവന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. എന്നാൽ എനിക്ക് ഇതെല്ലാം തോന്നിയിരുന്നു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പണ്ടത്തെ വട്ട് ഇപ്പോൾ ഭേദപ്പെട്ട് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. എടി പെണ്ണേ, ഞാനിപ്പോൾ ഒരു ഭർത്താവിൻ്റെ കൂടെ ശൃംഗാരവേലൊന്നും ആകാൻ എനിക്ക് നേരമില്ല, അവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. മാനത്ത് മഴക്കാരൻ്റെ ലാഞ്ചന. മഴയ്ക്കു മുമ്പേ ചങ്ങനാശ്ശേരിയിൽ എത്തിയാൽ മതിയായിരുന്നു, വിശാഖ് മനസ്സിലോർത്തു. പക്ഷെ കാറ് പഴയതിലും സ്പീഡ് കുറച്ചാണ് പോകുന്നതെന്ന് അവന് മനസ്സിലായി. എന്തേ, നീ കാറിന് സ്പീഡ് കുറച്ചോ? മഴക്കാർ കണ്ടില്ലേ? അവൻ ചോദിച്ചു. കണ്ടു. മഴയത്ത് സ്പീഡ് കുറച്ചുള്ള യാത്ര രസകര, അവൾ പ്രണയാതുരയായി പറഞ്ഞു. ദേ നീതു, നീ കളിയെടുക്കരുത്. മഴയ്ക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലെത്തണം. നടക്കില്ല മോനെ, എത്ര ശ്രമിച്ചാലും നടക്കില്ല, അവൾ പറഞ്ഞു. മാമ്പഴക്കരി കഴിഞ്ഞപ്പോൾ മഴ തുള്ളി തുടങ്ങി. പിന്നെ കനത്തു. രണ്ടുപേരും അവരവർ ഇരുന്ന ഭാഗങ്ങളിലെ വിൻഡോ ഗ്ലാസുകൾ ഉയർത്തിയടച്ചു. ഗ്ലാസ് വൈപ്പറിന് പോലും താങ്ങാനാവാതെ മഴ ഗ്ലാസ്സിലൂടെ കുത്തിയൊലിച്ചപ്പോൾ അടുത്ത് കണ്ട ബദാം മരച്ചോട്ടിൽ റോഡരികിലായി അവൾ നിർത്തിയിട്ടു. വിശാഖ് അസഹ്യതയോടെ പിറുവിറുത്തു. കോരിച്ചെരിയുന്ന മഴയത്ത് കാറിനുള്ളിൽ അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു.
പെട്ടെന്നാണ് ഒരു കോൾ അവൻ്റെ ഫോണിലേക്ക് വന്നത്. രാജനാണ്. എന്താ രാജ? വിശാഖ് അങ്ങോട്ട് ചോദിച്ചു. നീ എന്ത് പണിയാടാ കാണിച്ചേ? രാജൻ്റെ ദേഷ്യം കലർത്തിയുള്ള ചോദ്യം. എന്താ രാജ നീ ഇത്ര ദേഷ്യപ്പെടാനുള്ള കാര്യം? എന്തുണ്ടായി? വിശാഖിന് പരിഭ്രമമായി. രാജൻ തക്കതായ കാരണമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടില്ല. എടാ, നിനക്ക് ദേഷ്യവും പണക്കമൊക്കെ ഉണ്ടായിരുന്നാലും ഇത്ര വൈരാഗ്യത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. രാജൻ്റെ രോഷപ്രകടനം കനത്തു. ഒന്നും മനസ്സിലാവുന്നില്ല രാജ, ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്, വിശാഖ് പറഞ്ഞു. അപ്പോൾ നീയിന്ന് നിങ്ങളുടെ പത്രം കണ്ടില്ലായിരുന്നോ? രാജൻ ചോദിച്ചു. അതെ, എന്താ ഉണ്ടായേ? പത്രത്തിൽ നീ എന്താ കണ്ടത്? വിശാഖ് തിടുക്കപ്പെട്ട് ചോദിച്ചു. അത് കേട്ടപ്പോൾ നീതുവും ഗൗരവത്തോടെ വിശാഖിനെ വീക്ഷിച്ചു. ഗ്രീഷ്മയുടെ സഹോദരൻ നിതിനെയും കൂട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത പടം ഗംഭീരമായി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പത്രം. കൂട്ടത്തിലൊരു കിടിലൻ സ്റ്റോറിയും, രാജൻ പറഞ്ഞു. വിശാഖിന് തുടർന്നൊന്നും ചോദിക്കാനായില്ല. അല്പനിമിഷത്തിന് ശേഷമാണ് വിശാഖിന് സംസാരത്തിലേക്ക് കടക്കാനായത്. നീതു, വേഗം വണ്ടിയിട്. വിശാഖ് ധൃതി പിടിച്ചു. എന്താ ഉണ്ടായത്? പത്രത്തിൻ്റെ കാര്യം എന്തോ പറഞ്ഞല്ലോ. നീതു ചോദിച്ചു. ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, ഒക്കെ പിന്നെ പറയാം, അവൻ പറഞ്ഞു. എത്രയും വേഗം ഓഫീസിലെത്തണം, അതായിരുന്നു അവൻ്റെ ചിന്ത. ഓഫീസിൻ്റെ പടിക്കൽ നിന്നും വളരെ വേഗത്തിൽ ഓടിക്കയറിയാണ് വിശാഖ് അവൻ്റെ സീറ്റിലെത്തിയത്. ചെന്ന ഉടൻ ഇന്നത്തെ പത്രം തിരയുകയായിരുന്നു അവൻ. നീതുവും അവൻ്റെ പിന്നാലെ ധൃതി പിടിച്ചാണ് വന്നത്. ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരും ഒന്നും മനസ്സിലാകാതെ മിഴിച്ചിരുന്നു. എന്തെങ്കിലും അപകടം പിടിച്ച കാര്യം ഉണ്ടായിട്ടുണ്ട്, അതാണിവർ ഇങ്ങനെയെന്ന് അവർ വിചാരിച്ചു. വിശാഖിൻ്റെ സീറ്റിൻ്റെ എതിർദിശയിൽ പാതിമറച്ച ക്യാബിനിലിരുന്ന് അസോസിയേറ്റ് എഡിറ്റർ അരുണയും അവൻ്റെ വെപ്രാളം കണ്ടു. പിന്നാലെ നീതുവിൻ്റെ വരവും. സീറ്റിൽ നിന്നും എഴുന്നേറ്റ അരുണ അവരുടെ അടുത്തേക്കെടുത്തു. എന്നിട്ട് നീതുവിനോടെ തിരക്കി. എന്താ നീതു പ്രശ്നം? കാറിൽ വെച്ച് ഒരാൾ ഫോൺ വിളിച്ച കാര്യം നീതു അവളെ ധരിപ്പിച്ചു. എന്താണ് വിശാഖ്, എന്തെങ്കിലും പ്രശ്നം? അരുണ വിശാഖിനോട് ചോദിച്ചു. ഉണ്ട്, ഇന്നത്തെ പത്രവർണ്ണം തന്നെ. അന്നന്നിറങ്ങുന്ന പത്രത്തിൻ്റെ ഓരോ കോപ്പി അവൻ്റെ മേശപ്പുറത്ത് കാണേണ്ടതാണ്. വെപ്രാളം കാരണം അതൊന്നറിയാൻ മേലാതെ വന്നപ്പോഴാണ് അവൻ ആവശ്യപ്പെട്ടത്. അരുണയുടെ മേശപ്പുറത്തു നിന്നും ഇന്നത്തെ പത്രമെടുത്ത് അവൾ കൊടുത്തു. അവൻ പത്രത്തിലൂടെ കണ്ണോടിച്ചു. ഞെട്ടിപ്പോയി. രാജൻ പറഞ്ഞതുപോലെ സംഭവം വാസ്തവം. നിതിനും കൂട്ടുകാരും പോലീസുകാരോടൊപ്പം നിൽക്കുന്ന ചിത്രം, അതിനോട് ചേർന്ന് വാർത്ത. അതേ തിടുക്കത്തിൽ വായിച്ചു. കുറ്റബോധത്തിനിടയിലെങ്കിലും വല്ലാത്തൊരു തളർച്ച. അവൻ പത്രവുമായി സീറ്റിലേക്ക് കടന്നിരുന്നു. മറ്റുള്ളവരും വിശാഖ് നോക്കിയ ചിത്രവും വാർത്തയും കണ്ടു. എന്താ വിശാഖ്, ഈ ഫോട്ടോയിലെ കുട്ടികളെ വിശാഖിന് പരിചയമുണ്ടോ? അരുണ ചോദിച്ചു. അവൻ മൂളി. സബിതയാണ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. അവളോട് ചോദിച്ചു നോക്കാം, അരുണ പറഞ്ഞു. വേണ്ട, അവൻ വിലക്കി. എല്ലാവരും അവൻ്റെ വിഷമത്തിൽ പങ്കുകൊള്ളുന്നത് പോലെ പരസ്പരം നോക്കി. പ്രാധാന്യമുള്ള വാർത്തയല്ലേ, അതുകൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടാ, അരുണ തുടർന്ന് പറഞ്ഞു. സുരിയയുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്ന സബിത തന്നെ പരാമർശിക്കുന്നത് കേട്ട് അങ്ങോട്ടെടുത്തു. എന്താ അരുണ, ഒരു കൂട്ടായ്മ? എൻ്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ. തടിച്ച പ്രകൃതക്കാരിയായ സബിത ഇരുനിറക്കാരിയാണ്. ആ നിറത്തിലും അവൾക്കൊരഴകുണ്ട്. അതെ സബിത, നീ കൊണ്ടുവന്ന വാർത്തയും ചിത്രവും നമ്മുടെ വിശാഖിനെ എന്തോ പ്രശ്നത്തിലാക്കിയിരിക്കുക. അത് പറഞ്ഞത് നീതുവായിരുന്നു. ഏത്, ആ കഞ്ചാവ് കേസോ? അവൾ ചോദിച്ചു. അതെ, അരുണ പറഞ്ഞു. അതാരാ സാറേ? കുട്ടികളാരെങ്കിലും? നിതിൻ. ഓ, ആ കുട്ടിയോ? ഞാൻ കാണുമ്പോൾ എല്ലാം തളർന്നു പാടിയിരുന്നു. എല്ലാവരും ഭേദപ്പെട്ട വീട്ടിലെ കുട്ടികളാണെന്നാണ് എൻ്റെ അറിവ്. ചുറ്റിക്കറക്കത്തിന് പണമില്ലാതെ വന്നപ്പോൾ സ്വന്തമായി തേടിയ പണി. 30 പൊതി കഞ്ചാവുണ്ടായിരുന്നു അവരുടെ പക്കൽ. അവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് ഒരു തമിഴനും. അയാളെ പിടിയിട്ടില്ല, സവിത വിശദീകരിച്ചു. അടുത്ത സമയം ഡെത്തൻ്റെ കോള് അവന് വന്നു. വിശാഖ് ഫോണുമായി കസേര വിട്ട് അല്പം ദൂരേക്ക് മാറി നിന്നു. പറഞ്ഞോ അളിയാ. എന്തു പറയാൻ, നീ ചെയ്തത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. എടാ, എത്ര ആണേലും അവൻ നിൻ്റെ അളിയനല്ലേ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ. കുറഞ്ഞത് ആ വാർത്ത കൊടുക്കാതിരിക്കാനെങ്കിലും നീ ശ്രമിക്കണമായിരുന്നു. അതൊന്നും നീ ചെയ്തില്ല. നീ നോക്കിക്കോ, നിതിൻ്റെ വീട്ടുകാർ ഇതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയാം. രത്തൻ രോഷം കലർത്തി പറഞ്ഞു. ഇതിലെനിക്കൊരറിവുമില്ല, ഞാനായിട്ടൊന്നും ചെയ്തതുമില്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ അടുത്ത നിമിഷം വരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ, വിശാഖ് പറഞ്ഞു. അത് ഞാനും അവരും വിശ്വസിക്കണോ? രത്തൻ ചോദിച്ചു. അതിനവർക്ക് ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? വിശാഖ് ചോദിച്ചു. നല്ല ചോദ്യം. നിന്റെ പെങ്ങള് നിനക്ക് പത്രത്തിൽ ജോലി കിട്ടിയ വിവരം ഗ്രീഷ്മയോട് എപ്പോഴേ പറഞ്ഞു. ആരെന്ത് വിശ്വസിച്ചാലും ഞാനതിൽ നിരപരാധിയാണ് എന്നേ പറയാനുള്ളൂ. ആ അളിയാ, എനിക്കിപ്പോൾ ധൃതിയുണ്ട്, ഞാൻ പിന്നെ വിളിച്ചോളാം. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ പോലും അളിയൻ പറഞ്ഞതുപോലെ അവർ തന്നെ തെറ്റായി ധരിക്കുമെന്ന് വിചാരം അവനുണ്ട്. തൻ്റെ പ്രതികാര നടപടിയാണിതെന്ന് വിചാരിക്കും. സത്യം എന്താണെന്ന് ഈശ്വരൻ അറിയാമല്ലോ. ആ, വരുന്നത് വരട്ടെ.
ആ വിചാരത്തോടെയാണ് വിശാഖ് തൻ്റെ സീറ്റിനരികെ എത്തിയത്. ഇനിയെന്താ വിശാഖ്? അവിടെ മറ്റുള്ളവരോടൊപ്പം കാത്തുനിന്ന് അരുണ ചോദിച്ചു. എന്തു ചെയ്യാൻ? കേസ് രജിസ്റ്ററായി കാണുമല്ലോ. പത്രത്തിൽ വാർത്തയും വന്നു. ശ്രദ്ധിക്കപ്പെടേണ്ടവർ ശ്രദ്ധിച്ചും കാണും. അവൻ പറഞ്ഞു. അതിനൊന്നും കാര്യമില്ല. പോലീസുകാർ വിചാരിച്ചാൽ അതിനൊക്കെ വഴിയുണ്ടാവും. അരുണ പറഞ്ഞു. ഇക്കാര്യം നമുക്ക് സൂര്യ മേഡവുമായി സംസാരിച്ചാലോ? സബിത അഭിപ്രായപ്പെട്ടു. മേഡത്തെ എത്ര കാര്യങ്ങളിലേക്ക് എന്തിനാണ് വലിച്ചഴിക്കുന്നത്? നമുക്കല്ലാതെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? നീതു ചോദിച്ചു. ഈ നിതിൻ വിശാഖ് സാറിൻ്റെ ആരാണെന്നാണ് പറഞ്ഞത്? സബിത ആരാഞ്ഞു. ഭാര്യ സഹോദരൻ, അവൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, അപ്പോൾ വിശാഖ് സാറിനെ വെറുതെ മാറി നിൽക്കാനാവില്ലല്ലോ. സബിത തന്നെ പറഞ്ഞു. അല്പം മുമ്പ് സംസാരിച്ചതാരായിരുന്നു? നീതു ചോദിച്ചു. അത് ഷിഖച്ചിയുടെ ഭർത്താവാണ്. ആളൊരു പോലീസുകാരനാണ്. നീതുവിന് ഷിഖയെ അറിയാം. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഷിഖയോടൊപ്പമായിരുന്നു വിശാഖിൻ്റെയും നീതുവിൻ്റെയും യാത്ര. അപ്പോൾ പുള്ളിക്കാരനിടപെട്ട പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണില്ലേ? അരുണ ചോദിച്ചു. ഗ്രീഷ്മ അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനൊരുങ്ങുന്ന സമയത്തായിരുന്നു ഒരു പത്രമായിട്ട് ആതിര ധൃതി പിടിച്ച് അങ്ങോട്ട് വന്നത്. ഡി നീ ഇത് കണ്ടോ? ആതിര പത്രം നിവർത്തിപ്പിടിച്ച് കാണിച്ചു. പെട്ടെന്നൊരു മൾട്ടിക്കോളം വാർത്തയും ഗ്രീഷ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ നടുങ്ങി. കഞ്ചാവ് പൊതികളുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ. കൂട്ടത്തിലെ അവരുടെ ചിത്രം. ചിത്രത്തിൽ ഇടത്തേ അറ്റത്ത് അവൻ, നിധിൻ. ഗ്രീഷ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ ഭയന്ന പോലെ ആതിരയെ നോക്കി. ആതിര, എൻ്റെ നിധിൻ. പത്രം ചുളുക്കി മുഖത്തോട് ചേർത്ത് വെച്ച് അവൾ വിതുമ്പി. നീ ഇങ്ങനെ പതറാതെ, ആങ്ങളെ ഇറക്കാനായി എന്തെങ്കിലും വഴി നോക്ക്. ആതിര പറഞ്ഞു. എന്താ ആതിരെ? ഞാനിപ്പോൾ എനിക്കൊന്നും അറിയില്ല. അവൾ സങ്കടം വർദ്ധിച്ചു. എടി, നിൻ്റെ രത്തേട്ടനോട് പറഞ്ഞാൽ എന്തേലും വഴി കാണില്ലേ? ആതിര ചോദിച്ചു. ആ വഴിയിൽ തന്നെ അവളും ചിന്തിച്ചു. ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് അവളുടെ രത്തനെ വിളിച്ചു. പ്രതികരിക്കുന്നില്ല. അവൻ മറ്റൊരു കോളിലാണ്. അതായത് അവൾക്ക് കിട്ടിയ വിവരം. അവളുടെ മനസ്സും ശരീരവും തളർന്നു. ഒരു വഴിയും കാണാതെ നിന്ന് വിഷമിച്ചു. സങ്കടം കൊണ്ട് കണ്ണീര് മുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ഷാള് കൊണ്ട് മുഖം അമർത്തി തുടച്ച് സങ്കടം നിയന്ത്രിക്കാനായി അവൾ ശ്രമിച്ചു. അച്ഛനും അമ്മയും ഇതറിയുമ്പോഴത്തെ അവസ്ഥ അവളെ ഏറെ ദുഃഖിപ്പിച്ചത്. പാവങ്ങൾ പൊട്ടിത്തകർന്നു പോകും. ഒരു മകനുള്ളത് ഇങ്ങനെ കാണാനിടയാൽ സഹിക്കില്ല അവർ. ഹൃദയം പൊട്ടി മരിച്ചെന്നിരിക്കും. അത്രയ്ക്ക് അവനെ വിചാരിച്ച് അവർ കഴിയുന്നുണ്ട്. അതുണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ മനസ്സിന് ധൈര്യം കൊടുത്തു. എടി, പുതിയ SP നിങ്ങളോട് അടുപ്പമുള്ള ആളെന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്? ആ പുള്ളി അറിയിച്ചാൽ പുള്ളിക്കാരന് നിങ്ങളെ രക്ഷിക്കാനാവില്ലേ? കൂട്ടുകാരുടെ സാന്ദർഭികമായ ഇടപെടൽ ഗ്രീഷ്മയ്ക്ക് ആത്മധൈര്യം പകർന്നു. ഇവൾ പറയുന്നത് നേരാണ്. SP സാറിനെ അറിയിക്കാം. അദ്ദേഹത്തിന് തങ്ങളെ രക്ഷിക്കാനാവും. പക്ഷേ എങ്ങനെ? ഫോൺ നമ്പറൊന്നും ഇല്ലല്ലോ. അവൾ നിരാശപ്പെട്ടു. അന്നേരമാണ് രത്തൻ്റെ കോളെത്തിയത്. രത്തേട്ടാ, അവളുടെ സങ്കട ശബ്ദം അവൻ അപ്പുറത്ത് കേട്ടു. വിവരങ്ങൾ അറിഞ്ഞു അല്ലേ? അവൻ ചോദിച്ചു. അറിഞ്ഞു, പത്രം കണ്ടു. ഇനി എന്തു ചെയ്യും രത്തേട്ടാ? അവൾ ആരാഞ്ഞു. ഞാൻ എൻ്റേതായ രീതിയിൽ ബന്ധപ്പെട്ടു. എങ്കിലും പ്രിൻസിപ്പൽ SI അത്ര വിട്ടുവീഴ്ചക്കാരനല്ല. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തായ രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രമിക്കാമെന്ന് അയാൾ പറഞ്ഞുവെങ്കിലും വിശ്വാസം പോരാ, അവൻ പറഞ്ഞു. രത്തേട്ടാ, SVയുമായി സംസാരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളി അച്ഛൻ്റെ കൂട്ടുകാരിയുടെ മകനാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. അവൾ അറിയിച്ചു. നേരാ, എങ്കിലെളുപ്പമായി. അവന് കൂടുതൽ ഉത്സാഹമായി. ഗ്രീഷ്മ ഇപ്പോൾ എവിടെയാ? ഞാൻ ആശുപത്രിയിലാണ്. വീട്ടിലോട്ട് പോകാനൊരുകയായിരുന്നു. ശരി, ഇപ്പോൾ വീട്ടിലോട്ട് പോകണ്ട. ഞാൻ ഉടനെ അവിടെ എത്താം. രത്തൻ പറഞ്ഞിട്ട് കോള് കട്ടായി. അതിനുശേഷം SP ഓഫീസിലുള്ള തൻ്റെ സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം അവിടെ ഉണ്ടാകുമോ എന്ന് രത്തൻ അന്വേഷിച്ചു. അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചു. കൃത്യം 5 മണിയായപ്പോൾ ഗ്രീഷ്മയും കൂട്ടി അവൻ SP ഓഫീസിലെത്തി. അവരവിടെ ചെല്ലുമ്പോൾ രത്തൻ്റെ സുഹൃത്ത് ഓഫീസിന് വെളിയിലുണ്ടായിരുന്നു. അയാൾ അവരെ അകത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. തൻ്റെ മുറിയിലേക്ക് കടന്നു വന്ന ഗ്രീഷ്മയെ കണ്ട് ചന്ദ്രാനന്ദ് അതിശയിച്ചു. ഗ്രീഷ്മ, എന്താ ഇവിടെ ഇപ്പോൾ? അയാൾ ചോദിച്ചു. സർ, അത്... അവൾ പറയാൻ വിഷമിച്ചു. ഗ്രീഷ്മ രത്തനെ നോക്കി. ഇത് കണ്ട രത്തൻ്റെ സുഹൃത്ത് ഇടപെട്ടു. സാർ, ഞാൻ പറഞ്ഞ ആളുകൾ ഇവരാ. ചങ്ങനാശ്ശേരിയിലെ CPO രത്തൻ. രത്തൻ്റെ നേരെ നോക്കി അയാൾ പറഞ്ഞു. സർ, ഇതെൻ്റെ ഭാര്യ സഹോദരൻ്റെ ഭാര്യ. രക്തം പറഞ്ഞു. ചന്ദ്രാനന്ദ് രണ്ടുപേരുടെയും നേർക്ക് കണ്ണൊഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു. എനിക്ക് ഗ്രീഷ്മയെ പരിചയമുണ്ട്, പക്ഷെ മാരീഡാണെന്ന് അറിഞ്ഞില്ല. ആ, ഗ്രീഷ്മ ഇരിക്കെ. സന്ദർശകർക്കായുള്ള കസേര ചൂണ്ടി ചന്ദ്രാനന്ദ് പറഞ്ഞു. താനും ഇരിക്കടോ. രക്തനോടും. രത്തനും ഗ്രീഷ്മയും ഇരുന്നു. എന്നാൽ ഇനി വിഷയത്തിലേക്ക് കിടക്കാം. എന്താ നിങ്ങളുടെ പ്രശ്നം? കസേരയിൽ നിവർന്നിരുന്നു കൊണ്ട് ചന്ദ്രാനന്ദ് ചോദിച്ചു. സാർ, ഗ്രീഷ്മയ്ക്കൊരു സഹോദരനുണ്ട്. പേര് നിതിൻ. BCAക്ക് പഠിക്കുന്നു. അവനിപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടു. രത്തൻ കാര്യങ്ങളിലേക്ക് കടന്നു. ചന്ദ്രാനന്ദ് ഗ്രീഷ്മയെ നോക്കി. എന്ത് പ്രശ്നം?
ഇന്ന് അവനെയും 3 കൂട്ടുകാരെയും കോളേജ് പഠിക്കൽ കോഫി ബാറിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രത്തൻ തന്നെയാണ് അതും പറഞ്ഞത്. എന്തിന്? നർക്കോട്ടിക് കേസിൽ. അപ്പോഴും ചന്ദ്രാനന്ദ് ഗ്രീഷ്മയെ നോക്കി. ആ നോട്ടത്തിൽ ഗ്രീഷ്മ ഒന്ന് ചൂളി. എന്തായിരിക്കും ഈ നോട്ടത്തിന് പിന്നിൽ? ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലേ? അദ്ദേഹമായുള്ള പരിചയം താൻ കാര്യത്തിന് വിനിയോഗിക്കുകയാണെന്ന് തോന്നിക്കാണുമോ? എന്തായാലും വേണ്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സഹായം വേണം. അവൾ ദയനീയമായി ചന്ദ്രാനന്ദനെ നോക്കി. സാർ, നിതിനൊരു പാവ. എൻ്റെ ബന്ധുവായതുകൊണ്ട് പറയല്ല. അവന് മറ്റു ദുശീലങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിവില്ല. പിന്നെ കൂട്ടുകാർ നമ്മൾ വിചാരിക്കും പോലെ അല്ല കുട്ടികൾ. വീട്ടിൽ നിന്നും സ്വതന്ത്രമായി കഴിയുമ്പോഴാണ് അവർക്ക് പല തോന്നലും ഉണ്ടാവുക. ആഡംബരവും സുഖലോലുപതയുമായ അടിച്ചുപൊളി ഇഷ്ടപ്പെടുന്ന കൗമാരക്കാർ അതിനുവേണ്ട പണത്തിന് വേണ്ടി പല വഴികളും തേടും. കാരണം ഇതൊന്നും മാതാപിതാക്കളുടെ അക്കൗണ്ടുകളിലാകരുതെന്ന് അവർക്ക് നിർബന്ധം കാണും. അതിനല്ലേ ഈ കുറുക്ക് വഴി. ചന്ദ്രാനന്ദ് ചിരിച്ചു. എങ്കിലും ഇതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിയുന്നില്ല. അവൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ രക്തം പറഞ്ഞു. ഞാനും കണ്ടിരുന്നു. അങ്കിളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം തോന്നും. എന്താ ഗ്രീഷ്മ ചെയ്യുക? അയാൾ അവളോടായി ആരാഞ്ഞു. സാർ, എൻ്റെ അനുജനെ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം. ഇല്ലെങ്കിൽ ഈ വിവരം അറിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഇനി ജീവിച്ചിരിക്കില്ല. നാളെ ഞങ്ങളുടെ വീട്ടിലൊരു ചടങ്ങ് കൂടി നടക്കുക. അമ്മ വളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി പിരിയുന്ന ദിവസം. അന്നേരം സുഹൃത്തുക്കളായ ഒട്ടേറെ പേര് അവിടെ വരും. അവർക്കിടയിൽ ഈ വാർത്ത എത്തിയാൽ എൻ്റെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. പാവം തളർന്നു വീഴും. അച്ഛൻ്റെ കാര്യം വ്യത്യസ്തമല്ല. അതുകൊണ്ട് സാർ, ഞാൻ സാറിൻ്റെ മുന്നിൽ ഞാൻ വിനീതിയെ കൈകൂപ്പുകയാണ്. എൻ്റെ അനുജനെ രക്ഷിക്കണം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. പക്ഷെ കരയാതെ. നോക്കട്ടെ, ഏത് സ്റ്റേഷനിലാണ് ഇവരുള്ളത്? രത്തനോട് ചന്ദ്രാനന്ദ് ചോദിച്ചു. ചിങ്ങവനം. രത്തൻ പറഞ്ഞു. രഘു, ചിങ്ങവനം ഒന്ന് കണക്ട് ചെയ്ത് തരൂ. അടുത്തു നിന്ന പോലീസുകാരനോട് SP പറഞ്ഞു. ഉടൻ തന്നെ അയാൾ ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തു. ഹലോ, ഇത് SP ഓഫീസ് എന്നാ. ഞാൻ SP ചന്ദ്രാനന്ദ്. യെസ് സാർ. പറയൂ സാർ. മറുതലയ്ക്കിൽ നിന്നും ബഹുമാനം സ്ഫുരിക്കുന്ന സ്വരം. അവിടെ നർക്കോട്ടിക് കേസിൽ 4 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തെന്ന് കേട്ടു. ശരിയാണ് സാർ. കേസ് എങ്ങനെ? കേസിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം SI ഭദ്രൻ SPയെ ധരിപ്പിച്ചു. എല്ലാം കേട്ടു. ഒരു കാര്യം ചെയ്യും. തമിഴനെ പിടിച്ച സ്ഥിതിക്ക് അയാളെ കസ്റ്റഡിയിലാക്കിയിട്ട് താൻ കുട്ടികളുമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വരും. ചന്ദ്രാനന്ദ് നിർദ്ദേശിച്ചു. തമിഴനെ പിടിച്ചെന്ന് കേട്ടപ്പോൾ രത്തനും ആശ്വാസമായി. SP വിചാരിച്ചാൽ ആ കേസ് വേറൊരു വഴിക്ക് തിരിച്ചുവിടാം. SPയുടെ പ്ലാനും അത് തന്നെ. 20 മിനിറ്റിനുള്ളിൽ കുട്ടികളെയും കൊണ്ട് ചിങ്ങവനം SI SPയുടെ മുറിയിലെത്തി. കുട്ടികളെ കണ്ടപാടെ ഗ്രീഷ്മയും രത്തനും സീറ്റിൽ നിന്നും പൊങ്ങി. ഗ്രീഷ്മ ഓടി നിധിൻ്റെ അരികിലെത്തി. അവൻ്റെ തലമുടിയിലും മുഖത്തും ദേഹത്തും എല്ലാം തലോടി. ആ സമയം സമ്മിശ്ര വികാരങ്ങളുടെ വേലിയേറ്റമായിരുന്നു അവളുടെ മനസ്സിൽ. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിധിനും അങ്ങനെ തന്നെയായിരുന്നു. ശരീരമാസകലം വേദനയുണ്ടായിരുന്നെങ്കിലും അവൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് വിതുമ്പി. മറ്റു കുട്ടികളും അത് കണ്ട് തേങ്ങി. ചിങ്ങവനം SI ഭദ്രൻ SPയുടെ മുന്നിലെത്തി സല്യൂട്ട് ചെയ്ത്. ഇരിക്കി, SP പറഞ്ഞു. അയാളിരുന്നു. കേസ് തമിഴിൽ മാത്രമായിട്ട് ഒതുങ്ങണം. ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. സർ, അത് നാട്ടുവർത്തമാനം എന്ന പത്രം വാർത്തയാക്കിയിട്ടുണ്ട്, ഭദ്രൻ പറഞ്ഞു. അത് സാരമില്ല. ചാനൽ വേല ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഭയപ്പെടണ്ട. എല്ലാ പത്രത്തിലും നമ്മൾ തന്നെ ഉടൻ വാർത്ത മെയിൽ ചെയ്യണം. അതങ്ങനെ ആയിരിക്കണം. SP വാർത്തയുടെ രൂപം പറഞ്ഞു തുടങ്ങി. കോളേജ് വിദ്യാർത്ഥികളെ കുടുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച കഞ്ചാവ് കേസിലെ പ്രതിയായ തമിഴ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോളേജിലും പരിസരത്തും നാളുകളായി കഞ്ചാവ് വിൽപ്പന നടത്തി വരുന്നിരുന്ന തമിഴൻ അവിടേക്ക് പോലീസിൻ്റെ പെട്ടെന്നുള്ള കടന്നുവരവിൽ ഭയന്ന് കോഫി ബാറിൽ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ ബാഗിൽ കഞ്ചാവ് പൊതികൾ നിക്ഷേപിച്ച് രക്ഷപ്പെട്ടു. രക്ഷപ്പെടലിനിടയിൽ ബസ് യാത്രയിൽ നടത്തിയ പോക്കറ്റടിയാണ് ഇയാളെ കുടുക്കിയത്. പ്രതി കുറ്റം സമ്മതിച്ചു. 30 കഞ്ചാവ് പൊതികളും ഇയാൾ കുട്ടികളുടെ ബാഗിൽ നിക്ഷേപിച്ചത്. മതി, ഇത്രയും മതി. കുട്ടികളുടെ പേരോ മേൽവിലാസമോ ആര് ചോദിച്ചാലും കൊടുക്കരുത്, ചന്ദ്രാനന്ദ് പറഞ്ഞു. ഓക്കെ സർ, ഭദ്രൻ സമ്മതിച്ചു. ശരി, നിങ്ങൾ നിതിനെയും കൂട്ടുകാരും കൊണ്ടുപോയിക്കോളൂ. കൂട്ടുകാരെ അവരുടെ വീടുകളിൽ എത്തിക്കണം. രത്തനോടും ഗ്രീഷ്മയോടും ചന്ദ്രാനന്ദ് പറഞ്ഞു. അത് ഞാനേറ്റു സർ, രത്തൻ പറഞ്ഞു. ഗ്രീഷ്മ ചന്ദ്രാനന്ദിന് നേരെ നിന്ന് സന്തോഷാശ്രുക്കളോടെ കൈകൾ കുപ്പി. നന്ദിയുണ്ട് സർ. ഒരിക്കലും ഞാനിത് മറക്കില്ല, അവൾ കൃതാർത്ഥതയോടെ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളൂ. കുട്ടികളോടൊപ്പം ഗ്രീഷ്മയും രത്തനും അവിടെ നിന്ന് ഇറങ്ങി. അധ്യായം 12. നിതിനും ഗ്രീഷ്മയും വൈകിട്ട് 7 മണിയോടെ ഒരു ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തി. മറ്റു കുട്ടികളെല്ലാം അവരവരുടെ വീടുകളിൽ എത്തിച്ച ശേഷമാണ് അവർ പോകുന്നത്. വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. വീട്ടുമുറ്റം നിറയെ ആളുകൾ, എല്ലാവരും അയൽവക്കക്കാർ.
കൂട്ടത്തിൽ സുധർമ്മ ചേച്ചിയും ശശിയേട്ടനുമുണ്ട്. വീട് വരെ വരാമെന്ന് പറഞ്ഞിട്ട് രത്തനെ ഗ്രീഷ്മ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. രത്തേട്ടൻ വന്നാൽ വീട്ടിലുള്ളവർ പെട്ടെന്ന് തന്നെ സംശയിക്കും, അന്വേഷണമാവും. നിതിൻ്റെ പരുവം കൂടി കാണുമ്പോൾ അത് ഗുരുതരമാവും. പിന്നെ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് പ്രശ്നമാവും. നിതിന് വൈറൽ പനിയായി ആശുപത്രിയിൽ എത്തിയത് കൊണ്ടാണ് ഒപ്പം കൂട്ടിക്കൊണ്ടുപോരാനായിട്ട് വൈകിയതെന്ന് അറിയിക്കാനാണ് അവൾ തീരുമാനിച്ചത്. ആ അഭിപ്രായം രക്തനും തൃപ്തിയായിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും സുധർമ്മയാണ് ആദ്യം മുന്നോട്ട് ഓടിയെടുത്തത്. എന്തു പറ്റി മോളെ? നിതിൻ മോൻ എന്തെങ്കിലും? ഓട്ടോറിക്ഷയ്ക്കകത്തേക്ക് നോക്കിയ സുധർമ്മ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, അവനൊരു പനി. പറഞ്ഞിട്ട് ഗൗരവം കൊടുക്കാതെ ഗ്രീഷ്മ ഓട്ടോയിൽ നിന്നും ഇറങ്ങി. ഓട്ടോറിക്ഷക്കാരൻ ചാർജ് കൊടുത്തു. അപ്പോഴേക്കും മെല്ലെ നിതിനും ഇറങ്ങി. സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന സീത അവരെ കണ്ട് ആന്തലോടെയും ആശ്വാസത്തോടെയും ഓട്ടോക്കരികിലേക്ക് കിതച്ചു വന്നു. നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ, ഇത്രയും താമസിക്കാനായിട്ട്? ഗ്രീഷ്മയെ നോക്കി സീത ചോദിച്ചു. പെട്ടെന്ന് സീത നിതിൻ്റെ തളർച്ച ശ്രദ്ധിച്ചു. അയ്യോ, മോനെന്താ ഒരു വയ്യായികയാണല്ലോ. അവൻ്റെ അരികിലേക്ക് നീങ്ങി അവനെ ചേർത്ത് പിടിച്ചു. തലമുടിയിലും ദേഹത്തൊക്കെ തഴുകിക്കൊണ്ട് പറഞ്ഞു. ദേഹം ആകെ ചൂടുണ്ടല്ലോ. എന്താ അവന് പനിയാണോ? അതേമ്മേ, വയറില്ല. പനി കൂടിയപ്പോൾ ഇവനെ ഞാൻ അവിടെ ആശുപത്രിയിൽ എത്തിച്ച്. പിന്നെ ഡോക്ടറെ കണ്ട ശേഷം ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ക്ഷീണം മാറിക്കോട്ടെ എന്ന് കരുതി കുറച്ച് സമയമെടുത്തു, അവൾ പറഞ്ഞു. അത് നിനക്കൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങോട്ട് വിളിച്ചപ്പോഴെല്ലാം ഫോണെല്ലാം എൻഗേജഡും. കുറ്റപ്പെടുത്തലോടെ സീത പറഞ്ഞു. അത് വെറുതെ അമ്മയെ വിഷമിക്കട്ടെന്ന് കരുതി, ഗ്രീഷ്മ പറഞ്ഞു. നന്നായി. അതുകൊണ്ടെന്താ, ഈ ആൾക്കൂട്ടം കണ്ടില്ലേ? എൻ്റെയും വാസുട്ടനെ നെഞ്ചിലെ തീ ആളുന്ന കണ്ട് അവരെല്ലാം ഓടിക്കൂടി. വിഷമം തിങ്ങിയ വാക്കുകളിൽ സീത പറഞ്ഞു. ശരിയാ മോളെ. സീതേച്ചിയുടെ വെപ്രാളവും ബഹളവും കേട്ടപ്പോൾ ഞങ്ങളും പേടിച്ചുപോയി. നിമിഷങ്ങൾ കൊണ്ട് ചുറ്റുവട്ടത്തുള്ളവരും ഞങ്ങളെ വിവരം അറിയിക്കുകയും ചെയ്തു. 5 മിനിറ്റോട് കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ തേടി ഇവർ പല വഴിക്ക് തിരിഞ്ഞേനെ, സുധർമ്മ പറഞ്ഞു. നന്നായി, ഗ്രീഷ്മ മനസ്സിൽ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും അന്വേഷണത്തിൽ ഈ വിവരം അറിയാൻ സാധ്യതയുണ്ട്. അവൾ നന്ദിയോടെ എല്ലാവരെയും നോക്കി ചിരിച്ചു. വിവരമറിഞ്ഞതോടെ എല്ലാവരും അവരവരുടെ വീട്ടുകളിലേക്ക് മടങ്ങി. നിതിനെ അവൻ്റെ ബെഡിൽ കൊണ്ട് കിടത്തിയ ശേഷം സീത വാസുദേവൻ നായരുടെ മുറിയിലെത്തി. കുട്ടികൾ വന്ന വിവരം അറിയിച്ചു. മോന് പനിയാണെന്നുള്ള കാര്യവും പറഞ്ഞു. അവരെത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ വാസുദേവൻ നായരുടെ ഉള്ളിലെ പിടപ്പ് അതിന് ഒരാശ്വാസം വീണു. തൻ്റെ കുട്ടികൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് ഓടി നടന്ന് അന്വേഷിക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള ദുഃഖം അയാളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പരിഭ്രാന്തിയിലായിരുന്ന കഴിഞ്ഞ ഓരോ നിമിഷവും. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പത്രം വരുന്നതിന് മുമ്പ് തന്നെ മുറ്റമടിക്കുന്നതിനായി ഗ്രീഷ്മ മുറ്റത്തിറങ്ങി. അയാളുടെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും അവൾ ശ്രദ്ധിച്ചു. പ്രധാനപ്പെട്ട എല്ലാ പത്രത്തിൻ്റെയും ഓരോ കോപ്പി അവൾക്ക് അന്ന് കൊടുക്കണമെന്ന് പത്രക്കാരനോട് ഏർപ്പാടാക്കിയിട്ടാണ് ഇന്നലെ അവൾ പോകുന്നത്. ആശുപത്രി സംബന്ധമായ ഒരു വാർത്ത വരാനുണ്ടെന്നാണ് അയാളോട് അവൾ പറഞ്ഞത്. വീട്ടിൽ വരുന്ന പത്രം ആദ്യം നോക്കണം. SP കൊടുത്തിരിക്കുന്ന വാർത്ത കൃത്യമാണോന്ന് അറിയണം. അങ്ങനെയല്ലാത്ത കുഴപ്പം പിടിച്ച രീതിയിലാണെങ്കിൽ ആ പത്രങ്ങൾ അമ്മയും അച്ഛനും കാണാതെ സൂക്ഷിക്കണം. പത്രക്കാരൻ്റെ ബൈക്കിൻ്റെ ശബ്ദം അവൾ വഴിയിൽ കേട്ടു. പറഞ്ഞതുപോലെ തന്നെ ഒരു കെട്ടുപത്രമാണ് അയാൾ അവളുടെ കയ്യിൽ കൊടുത്തത്. അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു. അയാൾ പോയ ശേഷം പത്രവുമായി ധൃതിയിൽ അകത്തു കയറി. അവളുടെ മുറിയിൽ ചെന്ന് ആദ്യം അവർ വരുത്തുന്ന പത്രം നോക്കി. അത് SP കൊടുത്ത വാർത്തയ്ക്ക് ഒരു മാറ്റമില്ല. കേസ് ആ തമിഴൻ്റെ തലയിൽ തന്നെ. ആർക്കും അതിലൊരു പങ്കില്ല. ഹാവു, ആശ്വാസം. അവൾ നെഞ്ചത്ത് കൈവച്ചു. പിന്നെ മറ്റു പത്രങ്ങളും നോക്കി. ഒന്നിനും മാറ്റമില്ല. മനസ്സ് കുളിർത്തു. ഇനി ഭയപ്പെടേണ്ടത് ആ നാട്ടുവർത്തമാനം പത്രത്തെയാണ്. ചെറുതാണെങ്കിലും തകർക്കാൻ അത് മതി. അതിനു വേണ്ട ആളായി ഞങ്ങളുടെ ശത്രു അവിടെ തന്നെ ഉണ്ടല്ലോ. വിശാഖേട്ടൻ അറിയാതെ ആയിരിക്കില്ല ഇന്നലെ ആ വാർത്ത കൊടുത്തത്. മനഃപൂർവ്വമാണ്. ഞങ്ങളുടെ കുടുംബത്തെ കരിവാരിത്തേക്കാനും വേദനിപ്പിക്കാനും വേണ്ടി തന്നെ. പകയാണ് ഉള്ളിൽ. 2 മാസം കൊണ്ട് തന്നെ സ്വർഗത്തേറിലേറ്റ് നടന്ന ആ മനസ്സിൽ ഇത്രയും വലിയ വിഷമുണ്ടായിരുന്നെന്ന് അറിയാതെ പോയല്ലോ ഈശ്വര. ഈ പ്രതികാരദാഹിയുടെ മുന്നിൽ കൈകൂപ്പി യാചിച്ചിട്ട് ഇനി എന്ത് കാര്യം? എൻ്റെ മനസ്സിൽ മാത്രം സ്നേഹം ഉണ്ടായാൽ മതിയോ? ഇങ്ങോട്ടുമില്ലെങ്കിൽ പിന്നെന്തിന് ക്ഷമയോടെ താൻ കാത്തിരിക്കണം? വേണ്ട, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഗ്രീഷ്മ നിതിൻ്റെ അടുത്തെത്തി. പത്രവാർത്തയിൽ കുഴപ്പമില്ലെന്ന് അവനെ അറിയിച്ചു. അവനും സന്തോഷമായി. നീ ആവി പിടിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല. അതെന്താ ചെയ്യാത്തത്? അവൾ സ്നേഹവികാരമായി പറഞ്ഞു. സാരമില്ല ചേച്ചി, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവൾ അവനെ നോക്കി. പാവം, അവൻ്റെ ഉള്ളിലാണ് നീറ്റൽ. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും അറിയുമ്പോഴുണ്ടാകുന്ന അപമാനമാണ് അവൻ്റെ വേദന. രത്തേട്ടനും SP സാറും ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നും അറിയാതെ പോന്നു. എങ്കിലും ആ നാട്ടുവർത്തമാനം
ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നീങ്ങി. അവിടെ സീത ഇഡ്ഡലിയുടെ മാവ് തട്ടിലെ ചെറിയ കുഴികളിലേക്ക് കോരി ഒഴിക്കുന്നതിനിടയിലാണ് അവൾ അമ്മയുടെ അരികിലെത്തിയത്. ചെന്ന് നിന്ന ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ച് കവളത്ത് 1-2 ഉമ്മ കൊടുത്തു. സീത മകളെ ഒന്ന് നോക്കി. എന്നിട്ട് മകളെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിലും ഒരു ഉമ്മ കൊടുത്തു. എന്താ ഇപ്പോൾ എൻ്റെ പൊന്ന്, അമ്മയ്ക്ക് രാവിലെ മധുരമുള്ള ഒരു ഉമ്മ തരാമെന്ന് വെച്ചേ? സീത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കഴിഞ്ഞ രാത്രി മുഴുവൻ അമ്മയായിരുന്നു മനസ്സിൽ. അപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണമെന്ന് തോന്നി, അവൾ പറഞ്ഞു. സീത ഒന്നുകൂടി ആഴത്തിൽ അവളെ നോക്കി. പാവൻ്റെ കുട്ടി ഓരോ പകലും രാത്രിയും ഓരോന്ന് ചിന്തിച്ച് വേവലാതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സങ്കടത്തിൽ നിന്നുണ്ടായ നീർമാതളമാണ് ഈ ഉമ്മ. എങ്കിലും സീത ചോദിച്ചു, അമ്മയെക്കുറിച്ച് അത്രയ്ക്കും സന്തോഷമുള്ള കാര്യം മോൾക്കെന്താ തോന്നിയത്? സന്തോഷമല്ലമ്മേ, വിഷമോ? വിഷമോ? അതെന്താ അമ്മയെക്കുറിച്ച് വിഷമിക്കാൻ? അമ്മ ഇന്ന് വിയാറാവുകയല്ലേ, അതോർത്തപ്പോൾ ഒരു പ്രയാസം. അതിലെന്ത് വിഷമിക്കുന്നു? ഇതൊക്കെ പതിവുള്ളതല്ലേ? സീത ചോദിച്ചു. ഗ്രീഷ്മ അമ്മയെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് സീതയുടെ കീഴ്ത്താടിയിൽ വലതു കൈ കൊണ്ട് താങ്ങി മുഖാമുഖം നേരെ നിർത്തിയിട്ട് അവൾ ചോദിച്ചു, സത്യം പറ, അമ്മയ്ക്ക് ഒട്ടും വിഷമമില്ലേ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇത്രയും കാലം സർവീസിലിരുന്നല്ലേ, പിരിഞ്ഞു പോരുമ്പോൾ അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. എന്നുകണ്ട് എക്കാലവും തുടരാൻ പറ്റുമോ? സീത ചോദിച്ചു. ഇപ്പോൾ ഈ VR എടുക്കുന്നത് അച്ഛന് വേണ്ടിയല്ലേ? അതെ, അങ്ങനെ വേണ്ടേ? ജീവിതത്തിൽ ഉയർച്ച മാത്രമല്ലല്ലോ, വീഴ്ചയും താഴ്ചയും ഉണ്ടാകില്ലേ? ആ സമയം ഇണയായി നിന്നവർ തുണയായി മാറുകയല്ലേ വേണ്ടത്? സീത പറഞ്ഞു. അമ്മയുടെ സ്നേഹമുള്ള കാരുണ്യ വാക്കുകൾ. ഇണയായി നിന്നവർ തുണയായി മാറണം. തൻ്റെ ജീവിതത്തിലോ? ഈ ഇളം പ്രായത്തിൽ? ഓർത്തിട്ട് അവൾക്ക് സഹിക്കാനാവുന്നില്ല. മോള് മുറ്റടിച്ചില്ലേ? സീത ചോദിച്ചു. ഉവ്വമ്മേ, അവൾ പറഞ്ഞു. എങ്കിൽ മോളൊരു കാര്യം ചെയ്യും, കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്ക്. രാവിലെ തന്നെ അച്ഛൻ്റെ ദേഹം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെടിപ്പുള്ള ഡ്രസ്സ് അണിയിച്ച് കിടത്തണം. എന്നിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ. അവിടുന്ന് എനിക്ക് യാത്രയയപ്പ് നൽകി അവരിവിടെ കൊണ്ടാക്കുമ്പോൾ ഉച്ച കഴിയും. അതിനിടയിൽ എൻ്റെ നോട്ടമൊന്നും ഉണ്ടാകില്ലല്ലോ. എല്ലാം മോളും സുധർമ്മേച്ചിയും കൂടി നോക്കണം. കാറ്ററിംഗുകാരോട് ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിക്കുകയും വേണം. നിതിന് സമയത്ത് മരുന്ന് കൊടുക്കാനും നോക്കണം. എല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഗ്രീഷ്മ പറഞ്ഞു. എന്നിട്ട് വെള്ളം ചൂടാക്കുന്നതിനായിട്ട് അവൾ മാറി. അധ്യായം 13. അമ്പിളിയമ്മ വിശാഖിൻ്റെ മുറിയിലെത്തി. അവൻ ഓഫീസിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ ചോദിച്ചു. ഉണ്ട്, ഇന്ന് സീത പെൻഷൻ പറ്റി പിരിയുന്ന ദിവസമാണ്. അമ്മ അവനെ ഓർമ്മിപ്പിച്ചു. അതിനെന്താ, ജോലിയിലുള്ളവർ സർവീസ് പൂർത്തിയാക്കുമ്പോൾ പെൻഷൻ പറ്റും, അവൻ നിസ്സാരമായി പറഞ്ഞു. അതുപോലല്ല, സീത പെൻഷൻ പറ്റുന്നതിൽ നമുക്കുള്ളതും അതും വാളണ്ടിയർ റിട്ടയർമെൻറ്റ്. അത് വേണ്ടി വന്നത് വാസുവേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട്. അതിന് നമുക്കെന്താ? ഒന്നുമില്ലേ, അവർ നമുക്കാരുമല്ലേ? അമ്പിളി അമ്മയ്ക്ക് ദേഷ്യം വന്നു. എടാ, ആപത്ത് വരുമ്പോഴല്ലേ ഉള്ളിലെ പക വെച്ച് പ്രവർത്തിക്കേണ്ടത്. അന്നേരം ഇത്തിരി കരുണയാണ് മനസ്സിലുണ്ടാവേണ്ടത്. ആ മനുഷ്യൻ വീണ് കിടന്നിട്ട് നീ ഒരു നേരമെങ്കിലും പോയി കാണുകയോ 2 ആശ്വാസവാക്ക് പറയുകയോ ചെയ്തോ? എൻ്റെ മകൻ ഇത്രയും ക്രൂരത ആകരുത്. അദ്ദേഹത്തിൻ്റെ അന്നേരത്തെ ദേഷ്യം കൊണ്ട് നിന്നോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയി. അതിന് ഇത്രയും പകവെച്ച് പുലർത്തണോ? വേണം, അവൻ ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു. പക്ഷേ അമ്മ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പകയല്ല. അഭിമാനബോധമുള്ള ആർക്കും തോന്നാവുന്നത്ര വെറുപ്പ്, അകൽച്ച, അതാണ് എനിക്കുള്ളത്. പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിലെ തീജ്വാല പടർന്നു. എങ്കിലത് വാസുവേട്ടനോട് മാത്രം പോരെ, മറ്റുള്ളവരോടും കാണിക്കണോ? അമ്പിളിയമ്മ ചോദിച്ചു. തീർച്ചയായും, അവരും പുള്ളിക്കാരൻ്റെ നിയന്ത്രണത്തിലല്ലേ, പിന്നെന്തിനാ അവരെ മാറ്റി നിർത്തണം? അപ്പോൾ അവൻ്റെ എഴുത്തുമേശയുടെ പുറത്തിരുന്ന മൊബൈൽ ഫോൺ ബെൽമുഴക്കി. അവൻ അടുത്ത് ചെന്ന് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കി. ഷിഗേച്ചിയാണ്. അമ്മ കേൾക്കെ അവൻ പറഞ്ഞു. ഫോണെടുത്ത് കോൾ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്ത് വെച്ച്. എന്താ ഷിഗേച്ചി? അവൻ അങ്ങോട്ട് ചോദിച്ചു. അമ്മ എവിടെ? ഷിഗ തിരിച്ചു വെച്ചു. എൻ്റെ മുറിയിൽ, എൻ്റെ അടുത്തുണ്ട്. അമ്മയെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അമ്മയ്ക്ക് കൊടുക്കണോ? അവൻ ചോദിച്ചു. ഇപ്പോൾ വേണ്ട, ആദ്യം നിന്നോട് പറയട്ടെ, ഷിക പറഞ്ഞു. എങ്കിൽ പറഞ്ഞോളൂ. നീ കാരാണിമറ്റത്തേക്ക് പോകുന്നില്ലേ? അവൾ ചോദിച്ചു. എന്തിന്? അവിടെ ഇന്നൊരു വിശേഷം നടക്കുന്ന വിവരം നീ അറിഞ്ഞില്ലേ? ഇപ്പോൾ അമ്മ പറഞ്ഞു. പക്ഷെ അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലല്ലോ. ഇല്ലേ? ദേ വിശാഖെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
അവർ നിൻ്റെ ആരുമല്ലായിരുന്നോ? അവൾ ശബ്ദം കനപ്പിച്ചു. അവൻ്റെ നിശബ്ദത അറിഞ്ഞ് അവൾ പിന്നെയും തുറന്നു. എടാ, നീ ഇന്നലെ നിൻ്റെ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചത് എന്തായിരുന്നു? കുടുംബത്തിനെ നീ നശിപ്പിച്ച് അടങ്ങുന്ന വാശിയില്ല. രത്തേട്ടൻ എല്ലാം പറഞ്ഞു. ഏട്ടനായി പ്രശ്നം പരിഹരിക്കാൻ ഓടി നടന്നത്. നീ ചെയ്യേണ്ടത് ഏട്ടൻ ചെയ്തു. രത്തേട്ടന് നീ ഇല്ലാത്ത എന്ത് ബന്ധമാണ് അവരോട്? എന്നിട്ടും ഏട്ടനത് ചെയ്തത് ആ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ്. നിനക്കത് നഷ്ടപ്പെട്ടു. ആങ്ങളെ ശരിക്കും അവൾ ശകാരിച്ചു. ചേച്ചി, സത്യമായിട്ടും ആ വാർത്ത കൊടുത്തത് ഞാനല്ല. അവൻ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായി തുടങ്ങി. വേണ്ടടാ, കള്ളന്മാരെല്ലാം കണ്ടില്ലെന്നേ പറയുള്ളൂ. എൻ്റെ അനിയനും അത് തന്നെയാണ് പറയാൻ പോണേ. നീ ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുത്തേ, അവൾ ആവശ്യപ്പെട്ടു. അവൻ ഫോൺ അമ്പിളി അമ്മയുടെ നേരെ നീട്ടി. അവരത് വാങ്ങി ചെവിയോട് അടുപ്പിച്ചു. എന്താ മോളെ, അമ്മ എപ്പോഴാണ് കാരാണിമറ്റത്തേക്ക് പോകുന്നേ? 11 പോയാൽ പോരെ മോളെ? മതി, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വിളിക്കാം. പറഞ്ഞിട്ട് ഷിക ഫോൺ കട്ട് ചെയ്തു. 3 മണി കഴിഞ്ഞപ്പോൾ കാരാണിമറ്റത്തെ ഗേറ്റിങ്ങിൽ 2 കാറുകളും ഒരു ട്രംബോ ട്രാവലറും വന്നു നിന്നു. അതിൽ നിന്നും താരപ്പൊലമയോടെ സീതയും കൂട്ടത്തിൽ സഹപ്രവർത്തകരും ഇറങ്ങി വന്നു. സീതയുടെ കൈത്തണ്ടയിൽ അവരണിയിച്ച മാലയും ബൊക്കയും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വരവ് വന്നിരുന്നു. വാസുദേവൻ നായരുടെ കൈയും പിടിച്ച് നവവധുവായി. അതേ ചുവടുവെപ്പോടെയാണ് ഇപ്പോഴത്തെ ഈ മന്ദസ്മിതം തൂകിയുള്ള വരവും. വീഡിയോഗ്രാഫർ മുന്നിൽ നിന്നും അത് പകർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിലും നിറയെ ആളുകളുണ്ടായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളുമായിട്ടുള്ളവർ. പുറത്തു നടക്കുന്നതൊന്നും അറിയാതെ ആകാംക്ഷയോടെ സീതയുടെ വരവും കാത്തുകിടക്കുകയാണ് വാസുദേവൻ നായരും. വീട്ടിലുള്ളവരും മോശമാക്കിയില്ല. ഭദ്രദീപം കൊളുത്തിയും പടക്കം പൊട്ടിച്ചും പൊന്നാട അണിയിച്ചുമാണ് അവരും സ്വീകരിച്ചത്. അമ്പിളിയമ്മയാണ് സീതയെ പൊന്നാട അണിയിച്ചത്. പ്രിയരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.